എറണാകുളം എടപ്പള്ളിക്കടുത്ത് പോണേക്കരയിലെ സംഗീത അധ്യാപക വനജ ടീച്ചർ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രി 9:30 അവരുടെ വീട്ടിൽ അവരുടെ മുറിയിൽ രക്തം ഒലിപ്പിച്ച് കിടക്കുന്ന കാണപ്പെട്ടത്. വനജ ടീച്ചർ സംഗീത അധ്യാപകയാണ്. അവരുടെ ഒപ്പം താമസിക്കുന്നത് അവരുടെ സഹോദരിയുടെ മകളും മകളുടെ ഭർത്താവുമാണ്. രണ്ടുപേരും ജോലിക്കാരാണ്. രാവിലെ അവർ ജോലിക്ക് പോകുമ്പോൾ വനജ ടീച്ചർ 70 വയസ്സുള്ള അവർ തനിച്ചാണ് വീട്ടിൽ. കൂട്ടിനായി ഒരു പട്ടിയുണ്ട്. ടീച്ചറിൻ്റെ സന്തത സഹചാരിയാണ് ആ പട്ടി. സഹോദരിയുടെ മകളും ഭർത്താവും ജോലിക്ക് പോയാൽ രാത്രി 9:30 തിരിച്ചു വരുന്നത്. അവർ ഗേറ്റ് പൂട്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ വീടിൻ്റെ മുൻവശത്തെ വാതിൽ അകത്തുനിന്ന് കുറ്റിയിടാറില്ല. കാരണം വനജ ടീച്ചർക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് അകത്തുനിന്ന് കുറ്റിയിടത്തില്ല. അത് ചാരിയിട്ടിട്ട് പോകും. കൂടെ പട്ടി കാവലുണ്ട്. ഇന്നലെ വെള്ളിയാഴ്ച രണ്ടുപേരും രാവിലെ പതിവ് പോലെ ജോലിക്ക് പോയി. ഗേറ്റ് പൂട്ടി. അതേ സമയത്ത് മുൻവശം വാതിൽ അടഞ്ഞു കിടന്നു. പട്ടി ഇടയ്ക്ക് അകത്ത് കയറി ഇറങ്ങി അതിന് ചുറ്റുവട്ടമൊക്കെ നടക്കും. രാത്രി 9:30 അവർ വന്നു കഴിഞ്ഞപ്പോൾ വീടിന് വെളിയിൽ പട്ടി നിൽപ്പുണ്ട്. ഇവരുടെ ഒപ്പം അകത്ത് കയറി. വനജ ടീച്ചർ കട്ടിലെ കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുകയാണ്. അവരുടെ കയ്യിലും കാലിലുമൊക്കെ മുറിവുണ്ട്. ശരീരത്തിൻ്റെ പല ഭാഗത്തും മുറിവുണ്ടെന്നാണ് പറയുന്നത്. ബെഡ് മുഴുവൻ രക്തമാണ്. ഒരു കത്തി കട്ടിന് അടിയിലാണ് കാണപ്പെട്ടത്. മോഷണ ശ്രമം ഉണ്ടായോ ഇല്ലെന്ന് അറിയില്ല. മോഷ്ടിക്കാൻ വന്നവരാരെങ്കിലും ചെയ്തതാണോ, അവരെ ഏതെങ്കിലും രീതിയിൽ സെക്ഷലായിട്ട് അസോൾട്ട് ചെയ്തിട്ടുണ്ടോ? പക്ഷെ ദേഹത്ത് കൈവിരൽ ഞരമ്പ് മുറിച്ചിട്ടുണ്ട്, കാല് മുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദേഹത്ത് പല സ്ഥലത്ത് മുറിവുണ്ടെന്നാണ് പറയുന്നത്. ജീവനില്ല. ഇവർ വന്നപ്പം എളമക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിൽ ഒരു കൊലപാതകമാണ് എന്ന് പറയുന്നുണ്ട്. അവരെ ഹാഫ് നേക്കഡായിരുന്നു എന്നും കാണപ്പെട്ടിരിക്കുന്നു. വനജ ടീച്ചറിൻ്റെ സംഗീത അധ്യാപക എന്ന നിലയിൽ അവർ എടപ്പള്ളിയിലൊക്കെ പ്രശസ്തയാണ്. അവൾ പോണക്കരയിലുള്ള പ്രതീക്ഷ നഗർ റെസിഡൻ്റ് അസോസിയേഷനിലെ 16 നമ്പർ വീട്ടിലാണ് ഇവർ മരിച്ചു കിടക്കുന്നത്. ഈ സംഭവത്തിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒക്കുള്ളൂ. ഏതായാലും ഇന്ന് രാവിലെ മാത്രമേ പോസ്റ്റ്മോർട്ടം നടക്കുകയുള്ളൂ. എന്താണ് മരണകാരണമെന്ന് നമുക്ക് അന്നേരം മാത്രമേ അറിയാൻ കഴിയുള്ളൂ. കാരണം വളരെയധികം കാര്യങ്ങൾ ഇതിനകത്ത് നോക്കണം. പ്രാഥമികമായ പോലീസിൻ്റെ നിഗമനം ഇതൊരു കൊലപാതകമാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ. കാരണം കൈ ഞരമ്പ് മുറിച്ചിരിക്കുന്നു, കാലിലും അതുപോലെ ഞരമ്പിൻ്റെ ഭാഗം മുറിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്ത് പല സ്ഥലത്തും മുറിവുകളുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. അവരെ പീഡിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. രണ്ടുപേരും ജോലിക്ക് പോകുന്ന സമയത്ത് ഇവരും പട്ടിയും വീട്ടിലുണ്ട്. പട്ടി ഇനി കുരച്ചിരുന്നോ, ആരെങ്കിലും കുരശബ്ദം കേട്ടോ, അതോ പരിചയമുള്ള ആരെങ്കിലും ആണോ വന്നത്? പക്ഷേ പട്ടി ആ വീടിൻ്റെ കോമ്പൗണ്ടിൽ കൂടെ പകലൊക്കെ നടക്കുന്ന അയലക്കത്തുള്ളവർ കണ്ടിരുന്നു. ഇവർ സാധാരണ പോലെ അകത്തുണ്ടാവുമല്ലോ. പക്ഷേ പട്ടിക്ക് ഒന്ന് കുരയ്ക്കുന്നതായിട്ടൊന്നും അവരുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. സഹോദരിയുടെ മകളും ഭർത്താവും രാത്രി 9:30 വന്നപ്പം അവർ വീട്ടിൽ കയറിയപ്പം പട്ടിയും അവരുടെ ഒപ്പം വീട്ടിൽ കയറി. എന്തായാലും വളരെ ദുരൂഹമായ ഒരു സംഭവം തന്നെയാണ്. കൊലപാതകമാണോ എന്ന് പോസ്റ്റ്മോർട്ടത്തിന് കഴിഞ്ഞ് മാത്രമേ നമുക്ക് അത് നിശ്ചയിക്കാൻ ഒക്കുള്ളൂ. ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
അതൊരു കൊലപാതകം തന്നെയാണ്, സംശയമില്ല. അതേസമയം ഇപ്പം CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും വന്നു പോയിട്ടുണ്ടോ, അങ്ങനെ വെളിയിൽ നിന്നൊരു സ്ട്രേഞ്ചർ വന്നിട്ടുണ്ട്, പട്ടി കുരയ്ക്കുമല്ലോ. പട്ടി എന്തുകൊണ്ട് കുരച്ചില്ല? നിർത്താതെ കുരയ്ക്കും. പട്ടി ഈ ആരെങ്കിലും ഉപദ്രവിച്ചതായിട്ടും തോന്നുന്നില്ല. കാരണം അവനെ വീടിൻ്റെ ചുറ്റുമൊക്കെ നടക്കുന്ന കണ്ടു അയൽവക്കക്കാർ പകല്. ഈ വന്ന സമയത്ത് ആ വീട്ടിലെ മകള് അവരുടെ ഭർത്താവും കൂടെ വന്ന സമയത്ത് പതിവ് പോലെ പട്ടി അവരോടൊപ്പം വീടിനകത്ത് കയറിപ്പോയി. പക്ഷേ വനജ ടീച്ചറെ വിട്ട് പട്ടി എങ്ങും പോകാറില്ല, അവിടെ തന്നെ ഉണ്ടാവും. അതൊക്കെ കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു കൊലപാതകമാണെങ്കിൽ പരിചയക്കാരാരെങ്കിലും ആകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു.